അജാനൂർ പുതിയ കണ്ടത്തിലെ ലീല ടീച്ചറുടെ കരവിരുതിൽ വിരിയുന്നത് വിസ്മയം തീർക്കുന്ന കരകൗശല വസ്തുക്കൾ. ദീർഘകാലത്തെ അധ്യാപക ജീവിതത്തിന് ശേഷം വിരമിച്ച ലീല ടീച്ചർ ഇന്ന് പുതിയൊരു അധ്യയനത്തിന്റെ പാതയിലാണ്. അധ്യാപക ജീവിതകാലത്ത് തന്നെ സ്വായത്തമാക്കിയ കരകൗശല നിർമ്മാണ വൈദഗ്ധ്യം പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഈ ഗുരുനാഥ. വൂളൻ നൂലുകൊണ്ട് ആകർഷകമായ മഫ്ലറും സ്വെറ്ററും എന്നുവേണ്ട മനോഹരങ്ങളായ ക്യാപ്പുകളും ഇവരുടെ കരവിരുതിൽ ഒരുങ്ങുന്നു. വീട്ടകം നിറയെ വർണ്ണപ്പൂക്കൾ ഒരുക്കി ഫ്ലവർ വേസും തയ്യാറാക്കിയിട്ടുണ്ട്. വർണ്ണക്കടലാസുകൾ കൊണ്ട് ചാരുതയാർന്ന പൂക്കൾ തീർക്കുകയാണ് പതിവ്. പഠനകാലത്ത് തന്നെ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ പഠിച്ചിരുന്നതായി ലീല ടീച്ചർ പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത് അതിനു മുമ്പാണ്. ഞാൻ സർവീസിൽ പ്രവേശിച്ച ആദ്യകാലത്താണ് പഠിച്ചിരുന്നത്. ഞാൻ എംബ്രോയ്ഡറി വർക്കും അതുപോലുള്ള മറ്റ് പല വർക്കും ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്ന പാപ്പിൻശ്ശേരി സ്കൂൾ ഗവൺമെൻറ് സ്കൂളിലുണ്ടായിരുന്ന LP സ്കൂളിലുണ്ടായിരുന്ന ഹെഡ് മാസ്റ്ററുടെ പ്രേരണയനുസരിച്ചാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ ഇടയായത്. പാഴായി പോകുന്ന പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് ഉൽപ്പന്നങ്ങൾ ഒരുക്കാൻ കഴിയുന്നതും ഏറെ പേരെ ആകർഷിക്കുന്നുണ്ട്. വിപണിയിൽ വിൽപ്പന സാധ്യതയുള്ള ചകിരിപ്പായയും ചവിട്ടിയും നിർമ്മിക്കാനും ലീല ടീച്ചർക്ക് സാധിക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ സ്വരൂപിച്ച് വൂളൻ നൂല് കൊണ്ട് മഫ്ലർ ഉണ്ടാക്കുക, സ്വെറ്റർ ഉണ്ടാക്കുക, ക്യാപ്പ് ഇവയൊക്കെ ചെയ്തു വന്നിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്താണ് വേസ്റ്റ് മെറ്റീരിയൽസ്, അതായത് പ്ലാസ്റ്റിക് കവേഴ്സ് ഉപയോഗിച്ച് പലതരം ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. കുടുംബശ്രീ പ്രവർത്തകർ തേടിയെത്തിയാൽ അവർക്ക് സൗജന്യമായി ഇവ പഠിപ്പിച്ചു നൽകാൻ സന്നദ്ധയാണെന്ന് ടീച്ചർ പറയുന്നു. മടിയൻ ഗവൺമെന്റ് UP സ്കൂളിൽ നിന്നും 1992 വിരമിച്ച ലീല ടീച്ചർ പുതിയ കണ്ടത്തിലെ ശ്രീശൈലത്തിൽ മക്കളോടൊപ്പം വിശ്രമ ജീവിതം നയിക്കുകയാണ്. 77-ാം വയസ്സിലും കർമ്മനിരതയായ ലീല ടീച്ചർ കരവിരുതിന്റെ വൈദഗ്ധ്യം കൊണ്ട് തന്നെ കാണാനെത്തുന്നവർക്ക് മുന്നിൽ വേറിട്ട കാഴ്ചയാവുകയാണ്. വാർദ്ധക്യം, പരാതികളും പരിഭവവും ഇല്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ലീല ടീച്ചറും അവരുടെ ജീവിതവും പുതിയ തലമുറയ്ക്കും അനുകരണീയ മാതൃകയാവുകയാണ്.